മേഡം എന്തിനാ എന്നെ വിളിപ്പിച്ചേ? കുട്ടിക്ക് ഈ ഡ്യൂട്ടിയിലുള്ളപ്പം ഫോൺ വരുന്നുണ്ട്. നമ്മൾ ഡ്യൂട്ടിയിൽ ഫോൺ കൊടുക്കുന്നത് ലാൻഡ് ഫോണിലോട്ട് ഫോൺ വരുമ്പോൾ അത് വീട്ടിൽ നിന്ന് ഫോൺ വന്നാലാണ്, അതായത് ഉമ്മ വാപ്പ ഇവരുടെയൊക്കെ ഫോൺ വന്നാൽ നമ്മൾ കൊടുക്കും. അല്ലാതെ അജ്ഞാതരുടെ ഫോൺ, അതായത് അറിയാത്തവരുടെ ഫോൺ ഇപ്പോൾ ആ സിസ്റ്റർക്ക് കൊടുക്കുമോ ഈ സിസ്റ്റർക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് ഫോൺ വന്നാൽ നമ്മളത് കൊടുക്കലില്ല. ഓക്കെ, ആ കംപ്ലൈൻറ്റിനെ പറ്റി അന്വേഷിക്കാമെന്നായിരിക്കുമ്പോഴാണ് വേറെയും കംപ്ലൈൻറ്റ് കുട്ടീനെ പറ്റി വരുന്നത്. അതായത് ഡ്യൂട്ടിയിലുള്ളപ്പോൾ ഒരു ചെക്കൻ ഫുഡും കൊണ്ട് വരുന്നുണ്ടെന്ന്, കൃത്യമായിട്ട് 8 മണിയാകുമ്പോൾ ഭക്ഷണം കൊണ്ട് വരുന്നുണ്ടെന്ന്. അതാ അങ്ങനെ പുറത്തുനിന്നൊക്കെ അറിയാത്തവരെ കൊണ്ട് ഭക്ഷണമൊക്കെ വാങ്ങിപ്പിക്കാൻ പറ്റുമോ? അത് ശരിയല്ലല്ലോ. അത് പുറത്തുനിന്നുള്ള ആളല്ല മേഡം. പിന്നെ ആരാ അത്? ബ്രദറല്ല, ബോയ് ഫ്രണ്ടാണോ? അതെൻ്റെ സ്വന്തം ഹസ്ബൻഡാ മേഡം. നിക്കാഹ് ഇപ്പം അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ മേഡം. കൂട്ടിക്കൊണ്ടുപോലൊന്നും കഴിഞ്ഞില്ല. അവൻ്റെ ഉമ്മ എനിക്ക് ഫുഡ് ചൂടോടെ കഴിച്ചോട്ടെ നടത്തി കൊടുത്തേക്കുന്ന എന്നെ ഇഷ്ടമായിട്ട്. ഒരു വീട് ഇവിടെ അടുത്താണ്. പിന്നെ എൻ്റെ വീട്ടിൽ ലാൻഡ് ഫോൺ ഇല്ല. അപ്പൊ ഉമ്മക്കിന്റെ സൗണ്ട് കേൾക്കണം എന്ന് തോന്നുമ്പോ ഉമ്മയും ഹസ്ബൻഡും കൂടി വിളിക്കണതാ. ഓ, അങ്ങനെയല്ലേ. എന്നാ പിന്നെ നമ്മളെ പുറത്ത് ഇങ്ങനെ കോയിനിട്ട് വിളിക്കണ ഫോൺ ഉണ്ടല്ലോ, അതിലോട്ട് വിളിച്ചോട്ടെ അല്ലേ? സമയം പറഞ്ഞു വെച്ചാൽ മതി, ആ സമയത്ത് പോയി അറ്റൻഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. ശരി. ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഡ്യൂട്ടിയിലുള്ളപ്പം ഇടക്ക് കാണാതാവുക. ഓക്കെ, എവിടെയെങ്കിലും പോയി നിന്ന് മൂലക്കിരുന്ന് ഫോൺ ചെയ്യുക. ഫോൺ ഇവിടെ അലൗഡ് അല്ല. 3ാമത്തെ കംപ്ലൈൻറ്റ് പുറത്തുനിന്ന് ചെക്കന്മാരെ ആ സമയത്ത് ഫുഡ് വാങ്ങിക്കൊണ്ടിരുന്നുണ്ടെന്ന്. ഈ വക കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല. ഓക്കെ, പുതിയ ഫ്രഷർ ആയതുകൊണ്ട് വിളിച്ചിട്ട് വാർണിംഗ് തരികയാണ്. അതും മാത്രമല്ല, ഞാൻ കേട്ടത് ഇവിടെ പുറത്ത് നിങ്ങൾ കുട്ടീനെ കൊണ്ടാക്കുന്നത് വേറെ ആരോ ആണ്, തിരിച്ചു പോകുമ്പോൾ വേറെ ആരുടെ കൂടെയാണ് പോകുന്നത്. മേഡം, ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൾ ചെയ്യണ്ടെന്ന് കരുതി ആ മൂലക്കിലേക്ക് മാറി ചെയ്യുന്നതാ. പിന്നെ ഫുഡ് കൊണ്ടുവരുന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ. മേഡം പറഞ്ഞ പോലെ പോകുന്ന വരുന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. ഞങ്ങൾക്ക് വലിയൊരു ഗ്യാങ് ഉണ്ട് ഫ്രണ്ട്സിൻ്റെ. ഫ്രണ്ട്സാണ്. എന്തെങ്കിലും റിലേഷൻഷിപ്പിലാണോ? അത് വേറെ ഉണ്ട്. 3 വർഷമായിട്ടുണ്ട്. പക്കാ റിലേഷൻഷിപ്പാണ്. കല്യാണം എന്നാ? അപ്പോൾ കല്യാണം ഇപ്പൊ കഴിക്കുന്നില്ല. ആദ്യം ഞങ്ങൾ ഒന്നിച്ച് നിന്നോക്കട്ടെ. യു വിൽ ലിവിങ് ടുഗദർ? യെസ് യെസ്, യു ആർ റൈറ്റ്. നീ സെറ്റ് ആയില്ലെങ്കിലോ എന്ത് ചെയ്യും? അതിനാണോ മേഡം പണി? ഇതല്ലെങ്കിൽ വേറെ ഒന്ന് നോക്കണം.